ഏതൊരു മുസ്ലിം ആവട്ടെ, മറ്റൊരാൾക്ക് അയാൾ കടം നൽകുന്നു, മറ്റൊരു മുസ്ലിമായ മനുഷ്യന് അയാൾ കടം കൊടുക്കുന്നു. 2 തവണ കടം കൊടുക്കുമ്പോൾ 1 തവണ സദഖ കൊടുത്തതിൻ്റെ കൂലിയാണ് എന്നാണ്. അപ്പോൾ നമ്മളൊരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത സംഖ്യയുടെ പകുതി അയാൾക്ക് സദഖ കൊടുത്തതിൻ്റെ കൂലിയാണ് എന്നാണ്. 2 തവണ ഒരാൾക്ക് സദഖ കൊടുത്താൽ, 2 തവണ ഒരാൾക്ക് കടം കൊടുത്താൽ ഒരിക്കൽ സദഖ കൊടുത്തതിൻ്റെ സമ്പൂർണ്ണമായൊരു സദഖയുടെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് സഹാബിമാരിൽ നിന്നുള്ള റിപ്പോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി ഇതിൻ്റെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിച്ചിരിക്കണം. അൽ അസ്ലു ഫി ഹുക്മിൽ ഖർളി ബിന്നിസ്ബതി ലിൽ മുഖ്രിളി അന്നഹു സുന്നത്തുൻ മുസ്തഹബ്ബ വലൈസ വാജിബൻ. അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്താണ്? കടം കൊടുക്കുന്നതിൻ്റെ വിധി എന്ന് പറയുന്നത് ഒരു സുന്നത്താണ്, അത് നിർബന്ധമൊന്നുമല്ല. കാരണം എന്താണ്? വദാലിക ലിമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ മുസ്ലിം വസദ്ദി ഹാജതിഹി വതൻഫീസി ഖുർബതിഹി. അതിൽ ഒരു മുസ്ലിമായ മനുഷ്യനോട് നമ്മൾ നന്മ ചെയ്യുകയാണ്, അവൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയാണ്, അവൻ്റെ പ്രയാസങ്ങൾക്ക് നമ്മൾ ഒരു അറുതി വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചിരുന്നല്ലോ, മൻ നഫസ അൻ മുഅ്മിനിൻ, ഒരു സത്യവിശ്വാസിയുടെ ഏതെങ്കിലും ദുന്യാവിൻ്റെ പ്രയാസങ്ങളെ ഒരാൾ നിവർത്തിച്ചു കൊടുത്താൽ നഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ നമുക്ക് അഭിമുഖീകരിക്കാവുന്ന പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കാവലുണ്ടാകും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ, ഞെരുക്കമുള്ള ഒരാൾക്ക് ആരെങ്കിലും എളുപ്പം ചെയ്തു കൊടുത്താൽ യസ്സറല്ലാഹു അലൈഹി ഫി ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അവൻ്റെ കാര്യങ്ങളും എളുപ്പമാക്കും.